ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2ാം ക്ലാസ് സ്കൂൾ മദ്രസ ബുക്കിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ ഉലൂമുദ്ദീനിലെ 3ാമത്തെ പാഠം അദ്ദർസു സാലിസ് മിഫ്താഹുൽ ജന്ന. മിഫ്താഹുൽ ജന്ന എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ താക്കോൽ. മിഫ്താഹുൽ ജന്ന, സ്വർഗത്തിൻ്റെ താക്കോൽ. നമുക്ക് പാഠം മനസ്സിലാക്കാം. പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അദാനിനു സമയമായി. അദാനിനു സമയമായി എന്ന് പറഞ്ഞാൽ, അദാൻ എന്ന് പറഞ്ഞാൽ ബാങ്ക്. നമ്മൾ നിസ്കാരത്തിന് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത് നിങ്ങളെല്ലാവരും കേൾക്കുന്നതാണ് അല്ലേ? അപ്പം അതിനാണ് അദാൻ എന്ന് പറയുക. അപ്പം അദാനിനു സമയമായി, നമുക്ക് കളി നിർത്താം, മസ്ജിദിൽ പോയി നിസ്കരിക്കാം, അബ്ദുള്ള പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് നിസ്കരിച്ചാൽ പോരെ? ഷമീർ ചോദിച്ചു. നമുക്ക് കുറച്ച് കഴിഞ്ഞ് നിസ്കരിച്ചാൽ പോരെ? അബ്ദുള്ള പറഞ്ഞു, അദാന് ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ട്, നമുക്ക് ഇനി കളി നിർത്താം, എന്നിട്ട് മസ്ജിദിൽ പോയി നിസ്കരിക്കാമെന്ന് അബ്ദുള്ള പറഞ്ഞപ്പോൾ ഷമീർ ചോദിക്കുകയാണ്, കുറച്ച് കഴിഞ്ഞ് നിസ്കരിച്ചാൽ പോരേന്ന്. അപ്പോൾ അബ്ദുള്ള എന്താ മറുപടി പറഞ്ഞത്? പോരാ, ആദ്യ സമയത്തു തന്നെ നിസ്കരിക്കണം, അത് ഏറെ പ്രതിഫലമുള്ളതാണ്. ആദ്യ സമയത്തു തന്നെ നിസ്കരിക്കണം, അത് ഏറെ പ്രതിഫലമുള്ളതാണ്. അന്ത്യനാളിൽ ആദ്യമായി വിചാരണ ചെയ്യുന്നത് നിസ്കാരത്തെ കുറിച്ചാണ്. അതാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അബ്ദുള്ള പറഞ്ഞു, ഷമീറിനോട് അബ്ദുള്ള പറയാണ്, ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കണം, അതാണ് ഏറെ പ്രതിഫലമുള്ളത്. അന്ത്യനാളിൽ ആദ്യമായിട്ട് നമ്മോട് വിചാരണ ചെയ്യുന്നത് നിസ്കാരത്തെ കുറിച്ചിട്ടാണ്. അന്ത്യനാളിൽ ആദ്യമായിട്ട് നമ്മെ വിചാരണ ചെയ്യുന്നത് നിസ്കാരത്തെ കുറിച്ചാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്. അബ്ദുള്ള പറഞ്ഞു. അബ്ദുള്ളയും കൂട്ടുകാരും മസ്ജിദിലേക്ക് നടന്നു. മസ്ജിദിലേക്കുള്ള ഓരോ കാൽവെപ്പിനും പ്രത്യേകം പ്രതിഫലമുണ്ട്, അബൂബക്കർ ഓർമ്മിപ്പിച്ചു. ഓരോ കാൽവെപ്പിനും പ്രത്യേക പ്രതിഫലമുണ്ട്. മസ്ജിദിലേക്ക് പോകുമ്പോൾ, നമ്മൾ മസ്ജിദ് പള്ളിയിലേക്ക് പോകുമ്പോൾ എത്ര കാൽവെപ്പ്, എത്ര അടി നമ്മൾ വെച്ച് നടക്കുന്നോ ആ ഓരോ കാലടിക്കും പ്രത്യേകം പ്രതിഫലമുണ്ട് എന്ന് അബൂബക്കർ ഓർമ്മിപ്പിക്കുകയാണ്. അവർ അബ്ദുള്ളയും കൂട്ടുകാരും മസ്ജിദിലേക്ക് പോകും. അപ്പോൾ ഒരാളെ പേരാണ് അബൂബക്കർ. അബൂബക്കർ പറഞ്ഞു കൊടുക്കുകയാണ്, മസ്ജിദിലേക്കുള്ള ഓരോ കാൽവെപ്പിനും പ്രത്യേകം പ്രതിഫലമുണ്ട് എന്ന്. അപ്പോൾ മനസ്സിലാക്കുക, ഓരോ കാൽവെപ്പിനും പ്രത്യേകം പ്രതിഫലമുണ്ട്. ആർക്കാണ്? മസ്ജിദിലേക്കുള്ള നടത്തത്തിന്, നിസ്കാരത്തിന് വേണ്ടി മസ്ജിദിലേക്ക് നടന്നു പോകുന്ന ഒരാൾക്ക് ഓരോ കാൽവെപ്പിനും പ്രത്യേകം പ്രതിഫലമുണ്ട്. മിഫ്താഹുൽ ജന്നത്തി സ്വലാത്ത്, സ്വർഗത്തിൻ്റെ താക്കോൽ നിസ്കാരമാണ്. സ്വർഗത്തിൻ്റെ താക്കോൽ നിസ്കാരമാണ്. മനസ്സിലാക്കുക. അപ്പോൾ ഇതിലെ ഒരു വേർഡ്സാണ് പ്രതിഫലം. പ്രതിഫലം എന്ന് പറഞ്ഞാൽ റിവാർഡ്. ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികളായതുകൊണ്ടാണ് ഇവിടെ മീനിങ് നിങ്ങൾക്കവിടെ അങ്ങനെ തന്നത്. ഹിസാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രയൽ, വിചാരണ ചെയ്യുക എന്നൊക്കെ പറയില്ല, അതിനാണ്. ഇനി ഇതിൻ്റെ ദഫ്തർ തോലിബ്, വർക്ക് ബുക്ക് നമുക്ക് നോക്കാം, എന്നിട്ട് അതിൻ്റെ തദ്രിബാത്ത് പറയാം. വർക്ക് ബുക്കിൽ നംലൗൽ ഫറായ വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പാഠത്തെ ആസ്പദമാക്കിയിട്ട് ഇത് പൂർത്തിയാക്കി കൊടുക്കണം. നല്ല കുട്ടികൾ ആദ്യ സമയത്ത് നിസ്കരിക്കും. ഇനിയാ എന്തെഴുതാം? നല്ല കുട്ടികൾ എന്തെഴുതാം? അപ്പോൾ പാഠത്ത് നമുക്കിത് എഴുതാം. എന്താണ്? മസ്ജിദിൽ പോയി നിസ്കരിക്കും. നല്ല കുട്ടികൾ മസ്ജിദിൽ പോയി നിസ്കരിക്കും, അതെഴുതാം. അപ്പോൾ ഇനി ഒന്നുകൂടെ എഴുതണം. എന്തെഴുതാം നമുക്ക്? നല്ല കുട്ടികൾ എല്ലാവരെയും അനുസരിക്കും എന്ന് അവിടെ നമ്മൾ മനസ്സിലാക്കി എഴുതാം. അതുപോലെ നമുക്ക് എന്തും എഴുതാം. നല്ല കുട്ടികൾ മാതാപിതാക്കളെ അനുസരിക്കും, നല്ല കുട്ടികൾ ഉസ്താദുമാരെ അനുസരിക്കും, നല്ല കുട്ടികൾ 5 നേരം നിസ്കരിക്കും, ഒക്കെ എഴുതാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ അവിടെ പൂർത്തിയാക്കാം. ഇനി നുജിബ് ചോദ്യത്തിന് ഉത്തരം എഴുതാനാണ്. ആദ്യ സമയത്തു തന്നെ നിസ്കരിക്കണം, കാരണം എന്താണ്? അത് ഏറെ പ്രതിഫലമുള്ളതാണ്. ആദ്യ സമയത്ത് നിസ്കരിക്കണം, കാരണം അത് ഏറെ പ്രതിഫലമുള്ളതാണ്.
ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ അടയാളപ്പെടുത്തുക ബുക്കിൽ, എന്നിട്ട് അവിടേക്ക് നോക്കി എഴുതാം. ഇനി രണ്ടാമത്തെ ചോദ്യം, അന്ത്യനാളിൽ ആദ്യമായി വിചാരണ ചെയ്യുന്ന കാര്യം ഏത്? ഏതാണ് അന്ത്യനാളിൽ ആദ്യമായിട്ട് വിചാരണ ചെയ്യുക? അന്ത്യനാളിൽ ആദ്യമായി വിചാരണ ചെയ്യുന്നത് നിസ്കാരത്തെക്കുറിച്ചാണ്. അപ്പോൾ അത് അടയാളപ്പെടുത്തുക, എന്നിട്ട് നോക്കി എഴുതാം. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ നിസ്കാരത്തെക്കുറിച്ചാണ് ആദ്യമായി വിചാരണ ചെയ്യുന്നത്. അടുത്തത്, ഓരോ കാൽവെപ്പിനും പ്രതിഫലം ലഭിക്കും ആർക്ക്? ആർക്കാണ് ഓരോ കാൽവെപ്പിനും പ്രതിഫലം ലഭിക്കുന്നത്? മസ്ജിദിലേക്കുള്ള ഓരോ കാൽവെപ്പിനും പ്രത്യേകം പ്രതിഫലമുണ്ട്. മൂന്നാമത്തെ ചോദ്യത്തിന് ആൻസർ ആക്കിയിട്ട് എഴുതുക. മസ്ജിദിലേക്കുള്ള ഓരോ കാൽവെപ്പിനും പ്രത്യേകം പ്രതിഫലമുണ്ട്. അടുത്ത നക്തുബുൽ മായന അർത്ഥം എഴുതാനാണ്. മിഫ്താഹുൽ ജന്നത്തി സ്വലാത്ത്, സ്വർഗത്തിൻ്റെ താക്കോൽ നിസ്കാരമാണ്. പാഠഭാഗത്തിൽ അടിയിൽ വന്നിട്ടുണ്ട് സ്വർഗത്തിൻ്റെ താക്കോൽ നിസ്കാരമാണ്. അപ്പോൾ അത് അവിടെയൊക്കെ എഴുതാം, അർത്ഥം എഴുതാനാണ്. അപ്പോൾ അതൊക്കെ എക്സാമിന് വിട്ട ഭാഗം പൂരിപ്പിക്കാനായിട്ട് വരും. മിഫ്താഹുൽ ഡാഷ് ജന്ന, മിഫ്താഹുൽ ജന്നത്തി സ്വലാത്ത്. അപ്പോൾ അങ്ങനെ എഴുതാൻ കഴിയണം നമുക്ക് കേട്ടോ. അർത്ഥം എഴുതാനും വരാം, ഇതൊക്കെ അതുപോലെ പകർത്തി എഴുതാൻ വരാം. മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് നക്തുബാണ്, എഴുതാനാണ്. ഇവിടെ നിന്ന് ഇത് വായിച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് പകർത്തി എഴുതാനാണ്. മിഫ്താഹുൽ ജന്നത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ അദാനുൻ അബ്ദുല്ലാ അബൂ ബക്കിരിൻ. അത് അതുപോലെ എല്ലാം ഇവിടേക്ക് നോക്കി എഴുതാം. അതാണ് അവിടെ പറഞ്ഞത്. ഇനി എന്താണ് ഇവിടെ? നഖ്റഉ വനുകമ്മിൽ ബി അസ്മാഇൽ ഉഖ്റ. അപ്പം അടുത്ത വർക്ക് എന്താ വന്നത്? താഴെ ഇവിടെ തന്ന ഉദാഹരണം പോലെ ഇവിടെ മറ്റു പേര് ചേർത്ത് പൂർത്തീകരിക്കാനാണ്. ഇവിടെ സല്ല സമീറും ഫിൽ മസ്ജിദ്, സമീർ മസ്ജിദിൽ പോയി നിസ്കരിച്ചു. അപ്പോൾ അതുപോലെ ഇവിടെ ഒരു പേര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? സല്ല യാസിർ ഫിൽ മസ്ജിദ്, യാസിർ എന്ന് പേര് കൊടുക്കാം. യാസിർ മസ്ജിദിൽ പോയി നിസ്കരിച്ചു. അതുപോലെ ലൈബ എന്ന് പറഞ്ഞാൽ കളിച്ചു. ലൈബ അബ്ദുല്ലാഹി ഫിൽ മൈദാൻ, അബ്ദുള്ള മൈതാനത്തിൽ പോയി കളിച്ചു. അപ്പോൾ ഇവിടെ ഒരു പേര് കൊടുക്കുക. ലൈബ മുജീബ് ഫിൽ മൈദാൻ, ലൈബ മുജീബ് ഫിൽ മൈദാനി. അപ്പോൾ അതവിടെ ഇടയിൽ ഓരോ പേരുകൾ ചേർത്ത് കൊടുത്തത് പൂർത്തിയാക്കാനാണ്. അപ്പോൾ ഇത്രയാണ് മിഫ്താഹുൽ ജന്ന എന്ന പാഠഭാഗത്തിൽ നിങ്ങൾക്ക് വന്ന വർക്കുകൾ. എല്ലാവരും പാഠം നന്നായിട്ട് വായിക്കുക, അത് പകർത്തി എഴുതി ശീലിക്കുക. പാഠഭാഗം വായിച്ച് എഴുതി പഠിക്കുക. മുഴുവനായിട്ട് എഴുതിയില്ലെങ്കിലും ഓരോ ദിവസം ഒരു 3 ലൈനെങ്കിലും എഴുതി പഠിക്കുക. അതിൻ്റെ കൂടെ അക്ഷരങ്ങൾ പറഞ്ഞ് പഠിക്കുക. അപ്പോഴാണ് നമുക്ക് അറബി മലയാളം കൂട്ടെഴുത്ത് പഠിക്കാൻ എളുപ്പമാവുള്ളൂ. ഇനി അത് പാഠം എഴുതിയില്ലെങ്കിലും ഈ വരുന്ന വർക്കുകളിലെ ക്വസ്റ്റ്യൻ ആൻസറുകൾ ആവർത്തിച്ച് എഴുതി പഠിക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ എഴുതി പഠിക്കലും ആവും, അറബി അക്ഷരങ്ങൾ എഴുത്തും ക്ലിയർ ആവും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. ഇനി നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് 2ാം ക്ലാസ്സാണ്, മക്കൾക്ക് പഠിച്ചു വരുന്ന കൂട്ടക്ഷരം അറബി മലയാളമൊക്കെ പഠിച്ചു വരുന്ന ഒരു സമയമാണ്. അന്നന്ന് എടുക്കുന്ന പോർഷൻ അന്നന്ന് തന്നെ പഠിപ്പിക്കാം, ഇല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അറബി ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ആക്കി തീർക്കുക കുട്ടികളെ. ഇഷ്ടപ്പെട്ട പഠിക്കാൻ എളുപ്പമുള്ള ഒരു വിഷയമാണ് അറബി, ഹിന്ദി, മാത്സ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ. അത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ കുട്ടികളുടെ കൂടെ ഇരുത്തി അവർക്ക് അക്ഷരങ്ങളൊക്കെ ക്ലിയർ ആക്കി കൊടുക്കുക. നമ്മളെ കഴിഞ്ഞ പാഠം അറബി മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള പാഠം അത് നന്നായി പഠിച്ചാൽ തന്നെ ഏറെക്കുറെ പാഠഭാഗത്തിലെ അക്ഷരങ്ങളൊക്കെ ചേർത്ത് വായിക്കാനൊക്കെ പഠിക്കാൻ കഴിയും. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഇനി നിങ്ങൾക്ക് എത്രയോ ഉമ്മമാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, നിങ്ങളുടെ ക്ലാസ് കാരനാണ് ഞാൻ കുട്ടിക്ക് ക്ലാസ് പഠിപ്പിച്ചു കൊടുക്കുന്നത്, എനിക്ക് അറബി വായിക്കാനും എഴുതാനൊന്നും അറിയൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഉമ്മമാർ മെസ്സേജ് അയക്കുന്നുണ്ട്.
നിങ്ങൾക്കും അങ്ങനത്തെ വല്ല ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ കുറഞ്ഞ ഫീസിൽ ട്യൂഷനായിട്ട് ഞങ്ങൾ ആളെ വെച്ച് കൊടുക്കുന്നുണ്ട്, ടീച്ചേഴ്സിനെ വെച്ച് നൽകുന്നുണ്ട്. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന നിലക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും അതിനെ പറ്റി കൂടുതൽ വിവരം അറിയണമെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. 82 89 89 29 85 നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ പറഞ്ഞുതരാം. എല്ലാവരും ഉപകാരപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.